ഇന്ന് നമ്മുടെ സമൂഹത്തില് ചെറുപ്പക്കാര് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ബാൽഡ്നസ്. ഒരു 20 വയസ്സ് തൊട്ട് ഒരു 30 വയസ്സ് വരെ ഉള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ യൂഷ്വലി അവർക്കൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് വരെ പോകുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൽ തന്നെ കുറെ പേര് കല്യാണം ഇത് കാരണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലും അങ്ങനെ കുറെ ഇഷ്യൂസ് ആയിട്ട് പഠിത്തം എല്ലാത്തിനെയും താളം തെറ്റിക്കുന്ന രീതിയിൽ ആ ഒരു ലെവലിലോട്ട് ഹെയർ ഫോൾ പോയിട്ട് അവരുടെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ പോയ അനുഭവങ്ങളുണ്ട്. ഇവര് ചെറിയ രീതിയിൽ ഹെയർ ഫോൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇവര് ഏതെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ സെന്ററിൽ പോകും. ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയിലായിരിക്കും പോവുക. ഞാൻ പറയുകയാണെങ്കിൽ 20 to 30 ഇയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അൺലെസ് ആൻഡ് അൺടിൽ ഗ്രേഡ് 6 or 7 ബാലൻസ് അല്ല എങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ SCT എടുക്കാം, അല്ലെങ്കിൽ GFC എടുത്തിട്ട് വേണമെങ്കിൽ നിലനിർത്താം. ഓൾറെഡി എക്സിസ്റ്റിംഗ് ഹെയർസ് വേണമെങ്കിൽ നിലനിർത്താം. SCT എടുക്കുകയാണെങ്കിൽ പുതിയ ഹെയർസ് ആയിട്ട് തന്നെ വരുത്താൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഫോൾ മാത്രം കൺട്രോൾ ചെയ്താൽ മതിയെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു മെഡിക്കേഷൻ ആയിട്ട് ഒരു 2 months ഒരു പോളിഹെയർ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കഴിച്ചാൽ തന്നെ മതി. കാരണം ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് ഉണ്ടാകുന്ന ഒരു ഹെയർ ഫോൾ ആണ്. അതിന് നമ്മൾ ട്രിഗർ ചെയ്യുന്നതാണ് ഈ കൂടുതലായിട്ട് മിനോക്സിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷനിലോട്ട് പോവുക. ഡയറക്ട്ലി ട്രാൻസ്പ്ലാന്റേഷനിലോട്ട് പോകണ്ട എന്നല്ല ഞാൻ പറഞ്ഞു. ആക്ച്വലി ഈ ഒരു 5 above ഗ്രേറ്റ്നസ് ഉള്ള ആൾക്കാർ മാത്രം ചെയ്തിട്ടാണ് അതിനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് നാച്ചുറൽ ഹെയർസ് വരുത്താൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഹെയർ ബാക്കിൽ നിന്ന് എടുത്തിട്ട് നട്ട് പിടിപ്പിക്കല് എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര മെയിൻ്റനൻസിലോട്ട് പോകേണ്ടി വരും. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മെയിൻ്റനൻസ് കുറവൊന്നുമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ കെയർ എടുക്കേണ്ടി വരും. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് VRP എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കുറെ ടൈം ആൻഡ് മണി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. ബട്ട് നിങ്ങൾക്ക് ഗ്രേഡ് 6 ഗ്രേഡ് 7 ബാലൻസ് ആണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ എന്തായാലും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. അല്ലാതെ ഡയറക്റ്റ്ലി നിങ്ങൾ തീരുമാനിച്ച് ഒരു സെന്ററിൽ പോയിട്ട് ട്രാൻസ്പ്ലാന്റേഷനിലോട്ട് പോവുകയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി കണ്ട് നിങ്ങൾക്ക് തന്നെ പല സെന്റേഴ്സിലൊക്കെ റീജനറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഗ്രേഡ് 7 ഈവൻ ഗ്രേഡ് 7 ഉള്ള ആളുകൾക്ക് വരെ ഞങ്ങൾ റീഗ്രോത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഇതും കൂടി കൺസിഡർ ചെയ്തിട്ട് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് നോക്കുക. ഏതാ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ബെറ്റർ എന്ന് നോക്കിയിട്ട് അങ്ങനെ എടുക്കുക. അല്ലാതെ പണ്ടത്തെ പോലെ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമല്ല ബാലൻസിന് ഒരു പരിഹാരം. ഇപ്പോൾ പല ലേറ്റസ്റ്റ് മെത്തേഡ്സ് ടെക്നോളജീസ് എല്ലാം വന്നിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ലാബിൽ നിന്ന് നമുക്ക് ഓർഗാനിക് സ്റ്റെം സെൽസ് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വേറെ ഓപ്ഷൻസും കൂടി ഉണ്ട്. കൺസിഡർ ചെയ്യുക. വളരെ കോസ്റ്റ് കുറവുമാണ്. ജസ്റ്റ് 16,000 റുപ്പീസിന് നിങ്ങൾക്ക് ഓവറോൾ എല്ലാം ചെയ്ത് തീർത്ത് പോവാം. വേറെ നിങ്ങൾക്ക് സൈഡ് എഫക്ട് എന്ന് പറയുന്നത് നില്ലാണ്. ഒരു രീതിയും സൈഡ് എഫക്ട് ഇല്ല. നമ്മൾ ആദ്യം എല്ലാ കാര്യവും ടെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾ ഇത് രണ്ടും കൂടി ഒന്ന് വേ ചെയ്ത് നോക്കുക. ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് വെച്ചാൽ അത് എടുക്കുക. എസ്പെഷ്യലി ഇപ്പോൾ ഫ്രോണ്ടൽ ഹെയർ ലോസ് ഫ്രണ്ട് ഏരിയാസ് ടെമ്പിൾസിലൊക്കെ ആണെങ്കിൽ കൂടുതലും നല്ലത് ട്രാൻസ്പ്ലാന്റേഷൻ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഫ്രോണ്ടൽ ഏരിയയിൽ നമുക്ക് ഹെയർ വരുത്തുന്നതിന് ഒരു പരിധിയുണ്ട്. ഹെയർ ലൈനായിട്ട് ഒന്നും കറക്റ്റ് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഫ്രണ്ട് ഏരിയയിൽ. അതിന് ബെറ്റർ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരിക്കും. അങ്ങനത്തെ കേസസിൽ യു ക്യാൻ ഗോ ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ. അതർ ദാൻ ദാറ്റ് there are many ways which we can regenerate the hair.